കഴിഞ്ഞ ദിവസം വാർത്തകളിൽ ഏറെ ശ്രദ്ധ നേടിയ ഒന്നായിരുന്നു വൈറ്റ് ഹൗസിൽ പൊട്ടിത്തെറി എന്നത്. ട്രംപ് ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും ട്രംപിന് തന്നെ ഇപ്പോൾ തിരിച്ചടി ആവുകയാണ്, അഥവാ തിരിച്ചു കൊത്തുകയാണ്. അതിന്റെ ബാക്കിയെന്നോണം പ്രസിഡന്റിന്റെ വൈറ്റ് ഹൗസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഇപ്പോൾ നടക്കുന്നത്. എലോൺ മസ്ക് ചുങ്കം പരിപാടിയോട് കടുത്ത എതിർപ്പാണ്. എലോൺ മസ്ക് ട്രംപിന്റെ ഈ തീരുവ ചുങ്കം പരിപാടിയോട് കടുത്ത എതിർപ്പാണ് അറിയിച്ചിരിക്കുന്നത്. അതിന് കാരണം പകരച്ചുങ്കം പ്രഖ്യാപനം ഏറ്റവും മോശമായി ബാധിച്ചത് യുഎസിലെ തന്നെ ശതകോടീശ്വരന്മാരെ തന്നെയാണ്. ഏറ്റവും വലിയ നഷ്ടം നേരിട്ടത് മെറ്റ സ്ഥാപകൻ മാർക്ക് സുക്കൻബർഗിനാണ്. 9%, അതായത് $1790 കോടി ഇടിവാണ് രേഖപ്പെടുത്തിയത്. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോണാണ് 9%, $1590 കോടി ഇടിവ് നേരിട്ടു. അദ്ദേഹമാണ് മറ്റൊരു ധനികൻ. ഇനി 2022 ഏപ്രിലിന് ശേഷം കമ്പനി നേരിട്ട ഏറ്റവും വലിയ ഇടിവാണിത്. ടെസ്ലയുടെ ഓഹരിയാട്ടെ 5.5% തകർന്നപ്പോൾ ട്രംപിന്റെ ഉറ്റ സുഹൃത്തായ ഇലോൺ മസ്കിന് നഷ്ടമായത് $1100 കോടി. മാത്രവുമല്ല, ഏപ്രിൽ 2-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഴിച്ചുവിട്ട പകരച്ചുങ്കം കൊടുങ്കാറ്റിൽ പിടിച്ചു നിൽക്കാനാവാതെ ലോകത്തിന്റെ 500ഓളം കോടീശ്വരന്മാരുണ്ട്. പകരച്ചുങ്കം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഓഹരി വിപണി തകർന്നത് ധനികരുടെ സമ്പത്തിലും വലിയ ഇടിവിനും കാരണമായി. $20,800 കോടി ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഒരു ദശാബ്ദത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് ഇത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതോടുകൂടെ ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായ പീറ്റർ നവോരയും ട്രംപിന്റെ വിശ്വസ്ത ഉപദേഷ്ടാവായ എലോൺ മസ്കും തമ്മിൽ പൊരിഞ്ഞ അടിയാണ് നടക്കുന്നത്. അതായത് നവോരയുടെ ഉപദേശം കൊണ്ടാണ് ഇത്തരം മണ്ടൻ തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നത് എന്നും നവേരോ ഒരു മന്ദബുദ്ധിയാണ് എന്നുമാണ് മസ്കിന്റെ വാദം. എങ്കിൽ നവേരോ പറയുന്നത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും പാർട്സുകൾ കൊണ്ടുവന്ന് കാറുണ്ടാക്കി വിൽക്കുന്നവരാണ് മസ്ക് എന്നാണ് പറയുന്നത്. തീർത്തും വലിയ മാറ്റങ്ങളിലേക്ക് ലോകം പായുമ്പോൾ, അതിനായി ട്രംപിന്റെ പല പദ്ധതികളും ആക്കം കൂട്ടുമ്പോൾ, ട്രംപിന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നവർ തമ്മിൽ ഇങ്ങനെ അടികൂടുന്നത് ഒട്ടും ഗുണകരമല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ട്രംപിന്റെ വൈറ്റ് ഹൗസോ ഇതുവരെ ആകെ പറഞ്ഞത് ആൺകുട്ടികൾ എപ്പോഴും ആൺകുട്ടികളായിരിക്കും, അവർ വഴിക്കിടട്ടെ എന്നാണ്. വൈറ്റ് ഹൗസ് വക്താവ് കരലിൻ ലെവിറ്റ് പറഞ്ഞ കാര്യമാണിത്. അതായത് വ്യാപാരവും തീരുവയും സംബന്ധിച്ച് ഭിന്ന അഭിപ്രായങ്ങളുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിൽ നിന്ന് അകലം പാലിക്കുകയാണെന്ന സൂചനയാണ് വൈറ്റ് ഹൗസ് ഈ ചിരിച്ചു തള്ളലിലൂടെ നൽകുന്നത്. അല്ലാതെ ട്രംപിനോ വൈറ്റ് ഹൗസിനോ ഒന്നും ചെയ്യാനില്ല. ഈ രണ്ടു കൂട്ടർക്കുമിടയിൽ ഇടപെട്ട് കാര്യം കൂടുതൽ വഷളായാൽ ഇനി ഭരിക്കാനുള്ള കൊല്ലങ്ങളിൽ ട്രംപ് പെട്ടുപോകുമെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തൽക്കാലം ഇലക്കും മുള്ളിനും കേടില്ലാതിരിക്കാൻ ചിരിച്ചു തള്ളുകയല്ലാതെ മറ്റു മാർഗവുമില്ല.